കൊല്ലത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് പണപ്പിരിവ് നൽകാത്ത വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ നേതാക്കളുടെ ഭീഷണി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലത്തറ രാജീവ്, സെക്രട്ടറി അൻഷാദ് അടക്കമുള്ളവരാണ് ഭീഷണി മുഴക്കിയത്. ഷോറൂമിലെത്തിയവരെ നേതാക്കൾ അസഭ്യം പറയുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. ഷോറൂം മാനേജറുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ദിലീപ് ദേവസിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, എന്തിനാണ് ഈ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചെന്ന് ഇത്തരത്തിലൊക്കെ ഭീഷണി മുഴക്കുന്നത്? അവരെന്തിനാണ് ഈ പണം നൽകുന്നത്? റോഷ്നി, ഈ ഓഗസ്റ്റ് 14 ആയിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അവരുടെ ബ്ലോക്ക് കമ്മിറ്റി ക്യാമ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വടക്കേവിള കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായ പാലത്തറ രാജീവ്, സെക്രട്ടറി അൻഷാദ്, ബിനോയ്, ഷമീർ എന്നിവരാണ് ഈ ഷോറൂമിലെത്തുകയും ഇതിന് ഭക്ഷണത്തിന് പിരിവ് ചോദിച്ച് 50,000 രൂപയായിരുന്നു ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പണപ്പിരിവായിട്ട് ചോദിച്ചത്. പക്ഷേ ഷോറൂംകാർ പറഞ്ഞത് 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പോരാ, തങ്ങൾക്ക് 50,000 രൂപ തന്നെ കിട്ടണമെന്നിവർ വാശി പിടിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ മാനേജറും ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്ന് ഈ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ ആ കടയിൽ സാധനം വാങ്ങാൻ എത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും അവരോട് അസഭ്യം പറയുകയും ചെയ്തു. അവരെ ചില കസ്റ്റമേഴ്സിനെ ഇറങ്ങിപ്പോകാനടക്കം പറഞ്ഞു എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. ഈസ്റ്റ് പോലീസിൽ ഈ ഷോറൂം മാനേജർ പരാതി നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 14 CCTV സഹിതമാണ് ഇപ്പോൾ ഇവർ പരാതി നൽകി. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവത്തിന് FIR ഇടുകയും ചെയ്തത്. അതായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളോട് ഈ പോലീസ് ചോദിക്കുകയും ഇവർക്ക്, അതായത് ഈ ഷോറൂമുകാർക്ക് അഹങ്കാരമാണെന്നും അവരുടെ പാർക്കിംഗ് ശരിയല്ല എന്നടക്കം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ കോൺഗ്രസ്, അതായത് ഷോറൂമിൻ്റെ മാനേജർ നൽകിയ പരാതിയിൽ പറയുന്നത്. അവിടെ വന്ന കസ്റ്റമേഴ്സിനോടക്കം മോശമായി പെരുമാറി, പണപ്പിരിവ് നൽകാതെ താങ്കൾക്ക് ഇവിടെ കട തുടങ്ങാൻ പറ്റില്ല, കട നടത്താൻ സാധിക്കില്ല എന്നുള്ള ഭീഷണി അടക്കം കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഈ ഷോറൂം മാനേജർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈസ്റ്റ് പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. നാളെ ഇതിൻ്റെ തുടർ വാർത്തകളും തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. റോഷ്നി, ദിലീപ്, ഈ പോലീസ് കേസെടുത്ത് ഈ കോൺഗ്രസ്സുകാരെ സമീപിച്ചിട്ടുണ്ടോ? എന്താണ് വിഷയമെന്ന് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടോ പോലീസ്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് പ്രാദേശിക നേതാക്കളെ നമ്മൾക്ക് വിളിച്ചിട്ട് ലഭ്യമായില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു പക്ഷേ പോലീസ് വിളിച്ചിട്ടുമുണ്ടാവും, സംസാരിച്ചിട്ടുമുണ്ടാവും. പക്ഷേ കാര്യത്തിൽ ഒരു ഷോറൂമുകാർക്ക് വലിയൊരു മോശമായ സമീപനമുണ്ടായി. അവരുടെ കസ്റ്റമേഴ്സ് പരാതി അടക്കം പറയുകയുണ്ടായി. അതായത് ഷോറൂമിൻ്റെ അകത്ത് കയറി വലിയ സ്വരത്തിൽ ജീവനക്കാരെയും അതുപോലെ തന്നെ സാധനം വാങ്ങാൻ എത്തിയവരെയും കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയാണ്. അത് ഈ കട തുടങ്ങിയിട്ട് ഈ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ കട തുടങ്ങിയത്. ഒരാഴ്ച മുൻപേ പോളയത്തോട് തുടങ്ങിയ ഒരു കടയാണ്. ഈ കടയിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ എത്തി 50,000 രൂപ ക്യാമ്പിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചോദിച്ചത്. പക്ഷേ കടയുടെ ജീവനക്കാർ പറയുന്നത് 50,000 പകരം 10,000 രൂപ കട തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ തക്കതായ പണം വേണമെന്നുള്ള ആവശ്യമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു. പക്ഷേ തരാൻ പറ്റില്ല എന്നുള്ള ഒരു വിശദീകരണം ഈ ഷോറൂം മാനേജർ നൽകിയതോടുകൂടെ തന്നെയാണ് ഇവർക്ക് ഇതിൽ ക്ഷുഭിതരാവുകയും അവിടെ വന്ന അവിടെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളെയും മറ്റുള്ള ആളുകളെ അടക്കം അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി എന്നുള്ള വകുപ്പുകളാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റോഷ്നി.